നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗർഭിണിയായ ഒരു സ്ത്രീ കന്നാസിൽ പെട്രോൾ വാങ്ങിച്ച് ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെയാണ് നിലവിൽ ഈ പേരാമ്പ്ര കാർ അപകടവുമായി ബന്ധപ്പെട്ട് കാർ കത്തി നശിച്ച് ഗർഭിണി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിഗമനം അത്തരത്തിലാണ്. സോനയാണ് അത്തരത്തിലൊരു കാര്യം ചെയ്തത്. അതായത് ആത്മഹത്യ ഒപ്പം ഒരു കൊലപാതകം, താൻ മരിക്കുക ഒപ്പം ഭർത്താവിനെ കൊലപ്പെടുത്തുക എന്ന പദ്ധതിയായിരുന്നു സോനയ്ക്ക് ഉണ്ടായിരുന്നതെന്നാണ് നിലവിലുള്ള അന്വേഷണത്തിൻ്റെ രീതി കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വ്യക്തമായ വിശദീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതുവരെ നമ്മൾ കാത്തിരിക്കണമെങ്കിൽ പോലും നിലവിൽ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലൂടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അതായത് ഈ രജിൻ, അതായത് സോനയുടെ ഭർത്താവ് ഇപ്പോൾ ICUവിലാണ്, ചികിത്സയിലാണ്. 65% പൊള്ളലേറ്റിട്ടുണ്ട്. രജിൻ്റെ മൊഴിയിൽ നിന്നും പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം രജിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല, ഈ ഒരു കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് ഒരു കണ്ടെത്തൽ പോലീസിനുണ്ടായിരിക്കുന്നു. പക്ഷേ അവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം, അതായത് ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വേറെ ആർക്കും ഈ സംഭവത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ വരട്ടെ. ഗർഭിണിയായ ഒരു സ്ത്രീ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അത്തരത്തിലുള്ള മാനസിക പീഡനം അവർ അനുഭവിച്ചിട്ടുണ്ടാകണം. കാറിൽ നിന്നും ഇറങ്ങിപ്പോയി പെട്രോൾ വാങ്ങിച്ചു എന്ന് പറയുന്നതിൽ തന്നെ അസ്വാഭാവികതയുണ്ട്. ചേട്ടാ, ഞാൻ ഇത്തിരി പെട്രോൾ വാങ്ങാമെന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? അതും ആത്മഹത്യ ചെയ്യുന്നവർ. അപ്പോൾ എന്തിന് സോന പെട്രോൾ വാങ്ങിച്ചു? അതിനുള്ള സാഹചര്യം എന്തായിരുന്നു? സോനയ്ക്ക് അത്തരത്തിലൊരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു കൊലപാതകം അങ്ങനെ ചെയ്യാൻ സോന ചിന്തിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു? അതിലേക്ക് സോനയെ നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെ അതിന് പിന്നിലുണ്ട്? ഇതിന് പിന്നിൽ സോനയെ മാനസികമായിട്ട് ഉപദ്രവിച്ചവരുണ്ടോ, ബുദ്ധിമുട്ടിച്ചവരുണ്ടോ? ഒരു പെൺകുട്ടി അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അതിനുള്ള പശ്ചാത്തലം എന്താണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ വ്യക്തമായ അന്വേഷണം ഉണ്ടായിട്ട് മാത്രമേ ഈ ഒരു കാര്യത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യം എന്താണ്, ആരാണ് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ പോലീസ് എത്തിയിരിക്കുന്ന പ്രാഥമിക നിഗമനം, ഭർത്താവിൽ നിന്നുള്ള ക്രൂരമായ പീഡനം സഹിക്കവയ്യാതെ സോന ഭർത്താവിനെ ഉൾപ്പെടെ ജീവനോടെ കത്തിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണോ എന്ന ഗുരുതരമായ സംശയത്തിലേക്ക് പോലീസ് അന്വേഷണം നേടുകയാണ്. മരിക്കുന്ന ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 7 മണി വരെ സോന തൻ്റെ മാതൃ സഹോദരിയുടെ മകളുടെ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് ഭർത്തൃ വീട്ടിലെ നരകയാതനകൾ മുഴുവൻ കരഞ്ഞു പറഞ്ഞു ഈ ബന്ധുവായ പെൺകുട്ടിയോടെന്നാണ് ആ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. അതും കേസിലേറെ നിർണായകമായി മാറിയിരിക്കുകയാണ്. മരണ ദിവസം വൈകുന്നേരം ടൗണിൽ പോകണമെന്ന് സോനയാണ് മാതൃ സഹോദരിയുടെ മകളോട് പറഞ്ഞത്. ഇരുവരും ഒന്നിച്ച് ടൗണിലെത്തി. ബന്ധുവായ യുവതി വസ്ത്രം വാങ്ങാനായി കടയിലേക്ക് കയറി. ഈ സമയത്ത് കുറച്ചു നേരം സോനയെ കാണാതായി. പിന്നീട് ഏറെ നേരത്തിന് ശേഷമാണ് സോന തനിയെ ഫുട്പാത്തിലൂടെ നടന്നു വരുന്നത് ബന്ധുവായ പെൺകുട്ടി കണ്ടത്. സോന മാറി നിന്ന ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ടൗണിൽ നിന്ന് കന്നാസിൽ പെട്രോൾ വാങ്ങിയതാണോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് ആയിരിക്കുന്നത്. ഇതിന് ബലം നൽകുന്ന രീതിയിൽ നടുവണ്ണൂർ റോഡിലൂടെ കയ്യിൽ കന്നാസുമായി കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കഴിഞ്ഞ ദിവസം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളുള്ളത് സോന തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശാസ്ത്രീയ പരിശോധനയാണ് പോലീസ് നടത്തിയത്. റിജിൻ ലാലിൽ നിന്നും താൻ അനുഭവിച്ച ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ ഇതെല്ലാം സോന മാതൃ സഹോദരിയുടെ മകളോട് പറഞ്ഞിരുന്നുവെന്ന് ഈ പെൺകുട്ടി വെളിപ്പെടുത്തുന്നു. നേരത്തെ സോനയുടെ ഒരു അമ്മാവനും ഇത്തരത്തിൽ രജിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. സോനയുടെ കുടുംബം ഒന്നടങ്കം ആരോപിക്കുന്നത് മറ്റൊരു സ്ത്രീയുമായി റിജിൻ ലാലിന് അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഇതേ ചൊല്ലി ഈ വീട്ടിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നു, ഇരുവർക്കുമിടയിൽ വഴക്കുണ്ടായിരുന്നു. സോന അത്തരത്തിലുള്ള കാര്യങ്ങൾ ബന്ധുക്കളോട് വെളിപ്പെടുത്തിയിരുന്നു. ഗർഭിണിയായ സോനയുടെ വയറ്റിലുള്ള കുഞ്ഞ് തൻ്റേതാണോ എന്ന സംശയവും കൂടി ഈ റിജിൻ ലാൽ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പ്രസവിച്ചാൽ ഉടൻ കുഞ്ഞിൻ്റെ DNA പരിശോധന നടത്തണമെന്നും വരെ പറഞ്ഞ് റിജിൻ സോനയെ മാനസികമായി തകർത്തിരുന്നു എന്ന ആരോപണവും കൂടി ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് സോന തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആത്മഹത്യാ ശ്രമം സോന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ പങ്ക് റിജിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ ക്രൂരമായ മാനസിക പീഡനം സഹിക്കവയ്യാതെയാണോ ഒരു കൊലപാതകവും അതുകൂടെ താനും തീരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് സോന എത്തിയത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മരണ ദിവസവും ഇരുവരും തമ്മിൽ കടുത്ത തർക്കമുണ്ടായി എന്നാണ് ബന്ധുവായ സത്യന്റെ വെളിപ്പെടുത്തൽ. ഈ അപമാനം, വേദന ഇത് സഹിക്കവയ്യാതെ മറ്റൊരു സ്ത്രീയോടൊപ്പം ജീവിക്കാൻ ഒരുങ്ങുന്ന ഭർത്താവിനെ കൂടി ഇല്ലാതാക്കി സ്വയം ഒടുങ്ങാൻ സോന തുനിഞ്ഞതാണോ എന്ന സാധ്യത എന്ന ഒരു ചോദ്യം, നിഗമനമാണ് ഇപ്പോൾ പോലീസിനുണ്ടാകുന്നത്. എന്തായാലും രജിൻ രക്ഷപ്പെട്ടു. 65% പൊള്ളലോടെ രജിൻ ചികിത്സയിലാണ്. കാറിനുള്ളിൽ തീപിടിക്കാൻ കാരണം പെട്രോൾ ആണെന്നും ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ പുറത്തു വന്ന സോനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിന്റെ പെട്രോൾ അംശം കണ്ടെത്തിയിരുന്നു. കാറിന്റെ പിൻഭാഗത്ത് നിന്നാണ് തീ ഉയർന്നത്. റിജിൻ ലാലിന്റെ ശരീരത്തിന്റെ പുറകുവശത്താണ് കടുത്ത പൊള്ളലേറ്റത്. സോന പുറകിലിരുന്ന് പെട്രോൾ ഒഴിച്ച് തീയിട്ടതാകാമെന്ന നിഗമനത്തിലേക്ക്
ആരോപണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാറിന്റെ മുൻഭാഗത്തോ എഞ്ചിനോ യാതൊരു കേടുപാടുമില്ലാത്തതും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് റിജിൻ രക്ഷപ്പെട്ടതും ഒരുപാട് സംശയങ്ങളിലേക്ക് നയിച്ചിരുന്നു. എന്തായാലും മരണപ്പെട്ടതൊരു ഗർഭിണിയായ യുവതിയാണ്. ഭർത്താവിൻ്റെ പീഡനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത കൂടിയുണ്ട്. സോന തനിച്ച് ആത്മഹത്യ ചെയ്തതാണ് എന്നൊരു സംശയം ഒരു വശത്ത്, മറിച്ച് ഇതൊരു കൊലപാതകമാണോ, സോനയെ കൊലപ്പെടുത്തിയതാണോ എന്നൊരു സംശയം മറ്റൊരു വശത്തുമുണ്ട്. ആ സാധ്യതയും പോലീസ് ഈ കേസിൽ എന്തായാലും തള്ളിക്കളഞ്ഞിട്ടില്ല. കേസിൽ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന റിജിൻ ലാലിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു ആസൂത്രിത കൊലപാതകമാണോ അതോ പീഡനം മൂലമുള്ള ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ അന്തിമ വ്യക്തത വരികയുള്ളൂ. പക്ഷെ നിലവിൽ റജിന് ഇതിൽ പങ്കില്ല എന്ന കണ്ടെത്തലിൽ പോലീസ് എത്തിയിട്ടുണ്ട്. ഇനി വിശദമായൊരു ചോദ്യം ചെയ്യൽ കൂടി വരുമ്പോൾ മാത്രമേ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. കോഴിക്കോട് റൂറൽ പോലീസിന് പ്രത്യേക സംഘം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി.